കുടുംബവിളക്ക് പ്രേക്ഷകരൊന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് പുറത്തുവിട്ടത്. വേറെ ഒന്നുമല്ല, നമ്മുടെ പൂജ അവിടെ നിന്ന് പടിയിറങ്ങി പോയിട്ട് നമ്മുടെ സുമിത്രയോ ആരും തന്നെ പൂജയെ അന്വേഷിക്കാനോ പൂജയെ പറ്റി സംസാരിക്കാനോ പൂജ എവിടെയാണെന്ന് അറിയാനോ പൂജയെ വിളിക്കാനോ ഒന്നും ശ്രമിക്കുന്നതായിട്ട് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നില്ല കേട്ടോ. വളരെയേറെ പ്രേക്ഷകരെ ഒന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അത്. നമ്മുടെ സുമിത്ര എന്തേ വിളിക്കാത്തത് നമ്മുടെ പ്രേക്ഷകർ ആലോചിക്കുന്നുണ്ടാകും. നമ്മുടെ സുമിത്രയ്ക്ക് ഇപ്പോൾ എന്താ പറയുക, ആകെ കൂടി ഒരു ടെൻഷൻ നമ്മുടെ അനിരുദ്ധിൻ്റെ കാര്യത്തിലാട്ടോ. അനിരുദ്ധിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഡിവോഴ്സ് എന്നൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ നീ അതിനൊന്നും ഇതാക്കരുതെന്ന് വെച്ചാൽ നമ്മുടെ സ്വരമോളുടെ ഒരു സങ്കടം അത് നീ മനസ്സിലാക്കി നീ അനന്യയെ വിളിച്ചുകൊണ്ട് വരണം, അത് മാത്രമുള്ള സുമിത്ര പറയുന്നത്. അപ്പുറത്ത് നമ്മുടെ ശീതളിൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ അനിരുദ്ധ് ഇങ്ങനെ അറിയുന്നുണ്ട്. ആരുമില്ലാതിരുന്ന സമയത്ത് ശീതളിനോട് ചെയ്ത ക്രൂരതകളൊക്കെ നമ്മുടെ ശീതൾ അനിരുദ്ധിൻ്റെ അടുത്ത് ഇങ്ങനെ തുറന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ രഞ്ജിത ഇപ്പോൾ കളം മുറുക്കുകയാട്ടോ. എന്നുവെച്ചാൽ രഞ്ജിതയുടെ കോട്ടിലാണ് ഇപ്പോൾ ബോൾ, അതായത് പൂജ. ഇപ്പോൾ രഞ്ജിത പറയുന്നത് എന്തും ചെയ്യും എന്നുള്ളൊരവസ്ഥയിൽ തന്നെയാണ്. അപ്പം താമസിയാതെ നമ്മൾക്ക് രഞ്ജിതയുടെ മരുമകളായി പൂജ വീട്ടിൽ വാഴുന്നത്, ഒരു റാണിയെ പോലെ വാഴുന്നത് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി സ്വത്തൊക്കെ കിട്ടിയതിന് ശേഷം പിച്ചക്കാരിയാക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. പിന്നെ നമ്മുടെ സിദ്ധാർത്ഥന ഒരു ഉറച്ച തീരുമാനമെടുക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണിക്കുന്നത്. നമ്മുടെ സരസ്വതമ്മനോട് പറയുന്നുണ്ട്, ഞാൻ സുമിത്രയെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ അതിനൊക്കെ എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. ഇനി അവൾക്ക് വേണ്ടി, അവളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ നമ്മുടെ സരസ്വതമ്മനോട് പറയുന്നുണ്ട്. അപ്പോൾ സരസ്വതമ്മയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സുമിത്ര ഇത് കേൾക്കുമ്പോഴും ഒന്നും മിണ്ടാതെ ഇങ്ങനെ മൗനം പാലിച്ച് നിൽക്കുന്നുമുണ്ട്. ഇനി സുമിത്രയുടെ ലക്ഷ്യം എന്താകും? നമ്മുടെ പൂജ തികച്ചും ഒറ്റപ്പെട്ട ഒരവസ്ഥ തന്നെയാണ്. പൂജ ഇനി രഞ്ജിതയുടെ മരുമകളായിട്ട് അവിടെയൊക്കെ നിൽക്കുമ്പോൾ ഇനി നമ്മുടെ സുമിത്രയെ അപ്പോക ചെന്ന് വിളിക്കുമ്പോൾ ഇനി എന്താ പറയുക, നമ്മുടെ പൂജ ഇനി ആട്ടിവിടുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വേറെ ഒന്നും നിവർത്തിയില്ല. എന്ന് വെച്ചാൽ ഇത്രയും നേരമായിട്ട് പോലും തന്നെ ഒരു അന്വേഷിക്കാത്ത വ്യക്തികൾ ഇനി പൂജയ്ക്കും ആവശ്യമുണ്ടായില്ല. ഇനി പൂജയെ ആർക്കാണ് ആവശ്യം, പൂജ അവരോടൊപ്പം തന്നെയായിരിക്കും ഇനി നിൽക്കാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണിച്ചതും സൂചിപ്പിച്ചതും ഒക്കെ. അപ്പോൾ എന്തായാലും ആ പൂജയുടെ ഒരു ഭാവമാറ്റം, രൂപമാറ്റം നമുക്ക് എത്രയും വേഗം കാണുവാൻ സാധിക്കും. അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ.